സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സുമായി ചർച്ച നടത്താനൊരുങ്ങുകയാണ് സർക്കാർ. ചർച്ചയ്ക്കായി സമരക്കാർ NHM സ്റ്റേറ്റ് മിഷൻ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. 12:30-നാണ് ചർച്ച എന്നതാണ് നേരത്തെ സമരസമിതി അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. തങ്ങൾ ചർച്ചയെ പ്രതീക്ഷയോടെ കാണുന്നു എന്നതാണ് സമരസമിതിയുടെ പ്രതികരണം 24-നുണ്ടായത്. ഉമേഷ് ബാലകൃഷ്ണനുണ്ട്. ഉമേഷ്, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയിലേക്ക് കടക്കുകയാണ്. നാളെ നിരാഹാര സമരം ആരംഭിക്കാനിരിക്കെയാണ് ഇങ്ങനെയൊരു നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിലെന്തൊക്കെയാകും ഈ ചർച്ചയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പോകുന്നത്? ആശാ വർക്കേഴ്സിന്റെ ആവശ്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. എങ്കിൽ പോലും ആ ഒരു മീഡിയേറ്റർ എന്ന നിലയ്ക്ക് NHM സ്റ്റേറ്റ് മിഷൻ നിൽക്കുകയാണ്. അപ്പോൾ തുടർ നീക്കങ്ങൾ, തുടർ നടപടികളൊക്കെ വളരെ പ്രധാനമാണ്. ചർച്ച ആരംഭിക്കാറായിട്ടുണ്ടല്ലോ ഉമേഷ്. ചർച്ചയ്ക്ക് വേണ്ടി ഇപ്പോൾ സമരസമിതി നേതാക്കളെല്ലാം NHM ഓഫീസിലെത്തി. പ്രധാനമായി അവർ നേരത്തെ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ തന്നെയാണ് എപ്പോഴും അവർ ഉറച്ചു നിൽക്കുന്നത്. അതായത് മാസം ഇവർക്ക് ഓണറേറിയം അടക്കം 21,000 രൂപ വേതനമായി ഉയർത്തണം എന്നുള്ളതാണ് പ്രധാന ആവശ്യം. ആ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് ഇതുവരെ പോയിട്ടില്ല. ആ ആവശ്യം കൃത്യമായി വീണ്ടും ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ആ ആവശ്യം തന്നെയായിരിക്കും ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായി ഉന്നയിക്കുക. അതോടൊപ്പം തന്നെയാണ് വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ നൽകുക എന്നുള്ള ആവശ്യം. ഈ ആവശ്യവും ശക്തമായി തന്നെ ഇന്നത്തെ യോഗത്തിൽ ഉന്നയിക്കുകയും ചെയ്യും. എന്തായാലും യോഗം അല്പസമയത്തിനകം തന്നെ NHM ഡയറക്ടർ തന്നെ യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നുണ്ട്. ഇവരുടെ ആവശ്യങ്ങൾ കേൾക്കുന്നുണ്ട്. എന്തായാലും നാളെ സമരം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയായിരുന്നു. അനിശ്ചിതകാല നിരാഹാര സമരം പ്രഖ്യാപിച്ചു. നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്താൻ പോകുമ്പോഴാണ് ഇന്ന് അടിയന്തരമായി സർക്കാർ ഇടപെട്ട് ഒരു ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. NHM ഡയറക്ടർ നേരിട്ട് ഈ ചർച്ച നടത്തും. എന്തായാലും അതിന് തൊട്ട് മുൻപ് മുഖ്യമന്ത്രിയെ പ്രതിപക്ഷ നേതാവ് കണ്ടിരുന്നു. ഈ സമരം അത് പരിഹരിക്കണം എന്നുള്ള ആവശ്യവും മുന്നോട്ട് വെച്ചിരുന്നു. അതും ഈ ഒരു അടിയന്തരമായ ചർച്ച വിളിക്കുന്നതിൽ ഒരു കാരണമായിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇവരുടെ ആവശ്യങ്ങൾ, ആശമാരുടെ ആവശ്യങ്ങൾ രണ്ടും NHM ഡയറക്ടർ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ തീർപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങളെ അല്ല. കാരണം ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളതും വിരമിക്കൽ ആനുകൂല്യം നൽകുക എന്നുള്ളതൊന്നും NHM ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം തീരുമാനിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. എന്നാൽ മറ്റു ചില ആവശ്യങ്ങൾ, ഈ പ്രസവ ആനുകൂല്യം അടക്കമുള്ള പ്രസവ അവധി അടക്കമുള്ള കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ ഒരുപക്ഷെ NHM ഡയറക്ടർക്ക് എടുക്കാവുന്നതുമാണ്. എങ്കിലും ആ രീതിയിൽ അവർക്ക് NHM ഡയറക്ടർ എടുക്കാൻ കഴിയുന്ന ചില ആവശ്യങ്ങൾ അത് അംഗീകരിച്ചുകൊണ്ട് തുടർ ചർച്ചകൾ സർക്കാർ തലത്തിൽ നടത്താനുള്ള ഒരു നിർദ്ദേശമായിരിക്കും ഒരുപക്ഷെ ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായി ഉയരാൻ സാധ്യതയുള്ളത്. ഒരു നേരത്തെ അനുജ പറഞ്ഞതുപോലെ ഒരു മീഡിയേറ്റർ എന്ന നിലയിലായിരിക്കും ഒരുപക്ഷെ കൂടുതലായി NHM ഡയറക്ടറുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അനുജ, ശരി, അല്പസമയത്തിനകം ചർച്ച ആരംഭിക്കുകയാണ്. ആശാ വർക്കേഴ്സുമായി NHM ഡയറക്ടർ നേരിട്ടുള്ള ചർച്ച നടത്തുന്നു. സ്റ്റേറ്റ് മിഷൻ ഓഫീസിലാണ് ചർച്ച. പ്രതിനിധികൾ ചർച്ചയ്ക്കായി സ്റ്റേറ്റ് മിഷൻ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. സർക്കാരിന്റെ നിർണായകമായ ഇടപെടലാണ് ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. നാളെ നിരാഹാര സമരം ആരംഭിക്കാനിരിക്കെയാണ് ഈ ഇടപെടൽ എന്നുള്ളതും വളരെ പ്രധാനമാണ്. ചർച്ചയിൽ എന്താണ് ഉണ്ടാകുന്നത് എന്നതൊക്കെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അറിയാൻ കഴിയും.